പോലീസിനെ സംബന്ധിച്ചിപ്പം വളരെ വ്യാപകമായി പരാതിയുണ്ട്. ജനങ്ങൾക്ക് വലിയ അസംതൃപ്തിയുള്ള ഒരു വിഭാഗമാണ് പോലീസിൽ. അത് ഈ തെരഞ്ഞെടുപ്പിൽ പോലും വളരെ കൂടുതൽ പ്രചാരണ വിഷയം, അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രതിഷേധ വിഷയമായിരുന്നു ഇത്. അപ്പോൾ പോലീസിൽ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, പോലീസിന്റെ ഇപ്പോഴത്തെ ഭരണത്തിലുള്ള അപജയങ്ങൾ എന്താണ്? ആ അപജയങ്ങളാണ് പോലീസ് സ്റ്റേഷനിലെ കാര്യക്ഷമതയ്ക്ക് ഇതുവരെ ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ. അതാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെ SHO സംവിധാനം. അത് സംബന്ധിച്ചിട്ട് സബ് ഇൻസ്പെക്ടർ പോലീസ് സ്റ്റേഷൻ ഭരിച്ചാലേ നന്നാവുള്ളൂ. കാരണം ആ തുടക്കക്കാരനാണ്. അദ്ദേഹത്തിന്റെ ആ ഊർജ്ജസ്വലതയും അദ്ദേഹം കാര്യങ്ങൾ ഗ്രഹിച്ച് ചെയ്യാനുള്ള ഒരു ആർജവം അദ്ദേഹത്തിനുണ്ടാവും. അത് CA ആയി കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം അത് പോലീസ് സ്റ്റേഷനിലെ മൊത്തം ഭരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റേതായ ഒരു മാന്യമുണ്ടാകും. അതാണ് നമ്മൾ അനുഭവപ്പെട്ടിരിക്കുന്നത്. ഓരോരുത്തർ താഴെയുള്ള ആളുകൾക്ക് ഇത് വീതിച്ചു കൊടുക്കും, പക്ഷേ അവരത് കാര്യമായിട്ട് ചെയ്യാനുള്ള താല്പര്യം അവർക്കില്ല. കാരണം ഒരു ഉത്തരവാദിത്വ ബോധം അവർക്കില്ല. SHO എന്ന് പറയുന്ന ഒരു പദവി വരുമ്പോൾ മാത്രമാണ് അതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം. അപ്പോൾ അതുകൊണ്ട് SIയിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് തീർച്ചയായും വളരെ കാര്യക്ഷമമായ ഒരു പോലീസ് പ്രവർത്തനത്തിന്റെ നിദാനമായിട്ട് നമുക്കെന്നെ കാണാൻ പറ്റുള്ളൂ. രണ്ടാമത് പിന്നെ പറയുന്നുണ്ട്, നമ്മുടെ ഇപ്പം കേരളത്തിന്റെ വിപത്ത് എന്ന് പറയുന്ന പ്രധാനമായിട്ടും മയക്കുമരുന്നാണ്. മയക്കുമരുന്ന് ഒരു രീതിയിലും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഏറെക്കുറെ അത് ബോധ്യമാണ്. പക്ഷേ ഇനിയും എന്താ പറയുന്നത്, മന്ത്രിസഭയിൽ അല്ലെങ്കിൽ മന്ത്രി തന്നെ അതിനൊരു താല്പര്യമെടുത്ത് പ്രത്യേകമായിട്ട് ഒരു പ്രോഗ്രാം തൂഫാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു നാർക്കോട്ടിക് ഹണ്ട് പ്രകാരം അങ്ങനെ ഒരു പുതിയൊരു പന്ഥാവ് അതിനുവേണ്ടി വെട്ടിത്തുറയ്ക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും ശരി, അതുപോലെ തന്നെ അതിൻ്റെ സ്രോതസ്സിനെ കണ്ടുപിടിക്കുക, അതിൻ്റെ ഈ കേരളത്തിലേക്കുള്ള ഒഴുക്ക് തടയുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ വിജയിക്കുള്ളൂ. അത് വിജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് വളരെ ആശാവഹവും ശ്ലാഘനീയവുമാണ്. നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഉപദേഷ്ടാവായി വെച്ചിരിക്കുന്ന DGP മുൻ ശ്രീ ഹേമചന്ദ്രൻ, അദ്ദേഹം വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. വളരെ നയപരമായ കാര്യങ്ങൾ വളരെ സംയമനത്തോടുകൂടി ആലോചിച്ച് തീരുമാനിച്ച് അഭിപ്രായം പറയുന്നതിന്, നിർദ്ദേശം കൊടുക്കുന്നതിന് കഴിവുള്ള ഒരു വ്യക്തിയാണ്. അതും എന്തായാലും ശരി, അത് ഇദ്ദേഹത്തിന്റെ ഒരു വിജയ വഴിയുടെ ഒരു പ്രധാന വ്യക്തിത്വമായിട്ട് അദ്ദേഹം മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം, പോലീസ് സ്റ്റേഷനിലെ ഈ കാര്യങ്ങളൊക്കെ, പോലീസ് സ്റ്റേഷൻ ആളുകൾ ചെന്ന് കഴിഞ്ഞാൽ സേവനത്തിന് അവർക്ക് അവകാശമുണ്ട്. അത് നിയമപരമായിട്ട് പറഞ്ഞാൽ പോലീസ് ആക്ടിലെ സെക്ഷൻ 4, 5, 7 വരെ 8 വരെയുള്ള കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ അവർക്ക് സ്വീകരിക്കപ്പെടണം ഉള്ള അവകാശം, സ്വീകരിക്കപ്പെടാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നത് നിയമപരമായ വിധേയത്വമാണ്. അതായത് അതിന് ഒരു പ്രത്യേക നിർദ്ദേശം കൊടുക്കേണ്ട, അവരെ സംബന്ധിച്ചുള്ള നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ 100% അവരനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യപ്പെടാത്തത് കൊണ്ട് നിരവധി പരാതികൾ വന്ന പശ്ചാത്തലത്തിൽ പുതിയ ഒരു അധികാരസ്ഥാനം അദ്ദേഹത്തിലേക്ക് വന്നതോടുകൂടിയിട്ട് അതൊക്കെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ബോധനവും അതിനേക്കാൾ